ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു CMA ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ അതിൻ്റെ കൂടെയാണ് BCom ചെയ്തത്. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് BComന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്ത് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ CMA പഠിക്കുന്നതിൻ്റെ അഹങ്കാരം കൊണ്ടായിരിക്കും മേ ബി. ഓക്കെ, നമുക്ക് BCom ഈസി ആയിട്ട് തന്നെ അങ്ങ് അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ BCom ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രിപ്പയർ ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ പോയി എക്സാംസ് എഴുതിയതും. വളരെ ലേസി ആയിട്ട് വളരെ ഈസി ആയിട്ട് എടുത്തിട്ട് പോയി എക്സാം എഴുതി. ഇപ്പോൾ പ്രൊഫഷണലി കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സെയിം ടൈം BCom ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് ലൈക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. എല്ലാ സ്റ്റുഡൻസും ഫുൾഫിൽ ചെയ്യുന്നില്ല. കാരണം ഇച്ചിരി ഹാർഡാണ് നമുക്ക് CA CMA ഒക്കെ. ഇൻ കേസ് നമുക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം, BCom ചെയ്യുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി സ്കിൽസ് എന്തായാലും ഇല്ല, കുറവാണ്. നമ്മളത് പിന്നെ ഡെവലപ്പ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഡെവലപ്പ് ചെയ്ത് വേണം പ്രാക്ടിക്കൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് തിയറിറ്റിക്കൽ ആണെങ്കിലും നമുക്ക് നോളജ് ഉണ്ടാവണം. ആ ബേസ് ഉണ്ടായിട്ടേ നമ്മൾ പിന്നെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. സോ നമ്മൾ ചെയ്യുന്ന കാര്യം, അതിപ്പോൾ റെഗുലറായി പഠിക്കുന്ന ആളാണെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യാൻ നോക്കുക. കുറച്ചൊക്കെ എഫേർട്ട് ഇടുക. പ്രൊഫഷണലി പഠിക്കുന്ന ആളാണെങ്കിലും BCom ഈസി ആയിട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിക്കാതെ BComന് കൊടുക്കേണ്ട ടൈം കുറച്ച് BComനും കൊടുക്കുക. അങ്ങനെ പഠിക്കുക. റെഗുലറായിട്ട് ചെയ്യുന്നവരായാലും അങ്ങനെ തന്നെ ചെയ്യുക. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്.